കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ RSSനെ നിരോധിക്കുമോ? ഈ ചോദ്യം ഇപ്പോൾ പല ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്നു. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. അതായത് കർണാടകയിൽ RSS നിരോധന ചർച്ച പൊടും തന്നെ പൊട്ടിപ്പുറപ്പെടുകയാണ്. കർണാടകയിൽ ഒരു RSS നിരോധന ചർച്ച പൊട്ടിപ്പുറപ്പെടുന്നു. കേരളത്തിലാണെങ്കിൽ RSS ശാഖയിൽ പീഡനം നടന്നു എന്നുള്ളൊരു വാർത്ത പൊടും തന്നെ പൊട്ടിപ്പുറപ്പെടുന്നു. ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ പല ഭാഗത്തു നിന്നും പൊട്ടിപ്പുറപ്പെടുകയാണ്. RSS 100 വർഷം തികച്ച ആ ഒരു ഗ്ലോറിയസ് ആയിട്ടുള്ള ഒരു ഇവൻ്റ് ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ എന്നുള്ളതും നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. ആ സാഹചര്യത്തിലാണ് RSSനെതിരെ ഇതുവരെ വരാത്ത ആരോപണങ്ങൾ വരുന്നത്. RSS ശാഖയിൽ ഒരാൾ പീഡിപ്പിക്കപ്പെടുക എന്നുള്ള ആരോപണം ഇതുവരെ RSSനെതിരെ 100 വർഷത്തിനിടയിൽ വരാത്തൊരു ആരോപണമാണ്. അതാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്തായാലും രാജ്യമെമ്പാടും രാഷ്ട്രീയ സ്വയംസേവക സംഘം അതിൻ്റെ 100ാം വാർഷികം ആഘോഷിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും ഈ അവസരത്തിൽ ഒരു തപാൽ സ്റ്റാമ്പും നാണയവും പുറത്തിറക്കി. ആ സാഹചര്യത്തിൽ ഈ സന്തോഷകരമായ അന്തരീക്ഷത്തിൽ കർണാടക രാഷ്ട്രീയത്തിൽ ഒരു വലിയ വിവാദം ഉയർന്നു വന്നു. RSSൻ്റെ പ്രവർത്തനങ്ങൾ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവ് പ്രിയങ്ക് ഖാർഗെ സിദ്ധരാമയ്യ സർക്കാരിന് ഒരു കത്തെഴുതിയിരിക്കുകയാണ്. ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളാണ് ഇതിൽ ആരോപിച്ചിരിക്കുന്നത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ മകനും സിദ്ധരാമയ്യ സർക്കാർ IT മന്ത്രിയുമായിട്ടുള്ള പ്രിയങ്ക് ഖാർഗെ RSSനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു. ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതായും രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ഭീഷണിയാകാൻ യുവാക്കളെയും കുട്ടികളെയും പ്രേരിപ്പിക്കുന്നതായിട്ടുമാണ് ഈ കത്തിൽ പറയുന്നത്. RSS ശാഖകളും യോഗങ്ങളും പൊതുപരിപാടികളും നിരോധിക്കണമെന്ന് പ്രിയങ്ക് ഖാർഗെ കത്തിൽ ആവശ്യപ്പെട്ടു. സർക്കാർ സ്കൂളുകൾ, എയ്ഡഡ് സ്കൂളുകൾ, കളിസ്ഥലങ്ങൾ എന്നിവകളിൽ ശാഖകളെ അനുവദിക്കരുതെന്നും സർക്കാർ ഉടമസ്ഥതയിലുള്ള ക്ഷേത്രങ്ങളുടെ ഉപയോഗം നിരോധിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. RSS അവരുടെ പ്രവർത്തനങ്ങളിലൂടെ വിദ്വേഷത്തിൻ്റെ വിത്തുകൾ വിതയ്ക്കുന്നുണ്ടെന്നും പോലീസിൻ്റെ അനുമതിയില്ലാതെ അതിൻ്റെ പ്രവർത്തകർ വടിയുമായി നടക്കുന്നുണ്ടെന്നും ഇയാൾ പറയുന്നുണ്ട്. നടപടി സ്വീകരിക്കാൻ ഇപ്പോൾ മുഖ്യമന്ത്രി ഉത്തരവിട്ടിട്ടുണ്ടെന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു. പ്രിയങ്ക് ഖാർഗെയുടെ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സംസ്ഥാന ചീഫ് സെക്രട്ടറി ഷാലീന രജനീഷ് മുഴുവൻ കാര്യങ്ങളും മനസ്സിലാക്കാൻ വിവരങ്ങൾ ശേഖരിച്ച ശേഷം ആവശ്യമായ നടപടി സ്വീകരിക്കാനാണ് ഇതിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. BJP ഈ കാര്യത്തിൽ ശക്തമായിട്ടുള്ള എതിർപ്പുമായി രംഗത്തെത്തിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.